എന്തായാലും ശരി, ഇനി ഇതിവിടെ നടക്കില്ല. രാത്രി കിടന്നാ ഉറങ്ങാൻ പറ്റോ? പോലീസും പട്ടാളവും ബഹളവും ഒക്കെ സഹിക്കുന്നതിനൊരു അതിരില്ലേ? ചേച്ചിയല്ലേ പോലീസിനെ വിളിച്ച് വരുത്തിയത്? നരേന്ദ്രൻ നമ്പിയുടെ ഭാര്യ ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. ഒന്ന് വിളിക്കേ. എന്താ പ്രശ്നം? ഇന്നലെ രാത്രി നിങ്ങൾ വന്നിട്ട് പോയതല്ലേ? ഞങ്ങൾ ഇവിടുത്തെ പോലീസല്ല, കണ്ണൂരിൽ നിന്ന് വന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങ. ജയിൽ ചാടിയ നരേന്ദ്രൻ തമ്പിയെ പിടികൂടുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അതിനുവേണ്ടി ഞങ്ങൾ ആരെ വേണമെങ്കിലും സംശയിക്കും. വീടുകളിൽ സെർച്ച് നടത്തും, വേണ്ടി വന്നാൽ റെയ്ഡ് ചെയ്യും. നരേന്ദ്രൻ തമ്പിയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് ഞങ്ങൾ വരും. സഹകരിക്കണം. മാഡം ഇന്നലെ ഒരു തരികിട കാട്ടി ഞങ്ങളെ പറ്റിച്ചു. നരേന്ദ്രൻ തമ്പിയെ രക്ഷപ്പെടുത്തി. പക്ഷേ കേരള പോലീസ് വെറും കൊഞ്ഞാണന്മാരാണെന്ന് കരുതരുത്. നരേന്ദ്രൻ തമ്പി ഇന്നലെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടു. ശരിയാണ്. തമ്പി എങ്ങോട്ടാ രക്ഷപ്പെട്ടു പോയത്? ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല സർ, എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചില്ല? ചോദിച്ചാലും പറയില്ലെന്ന് എനിക്കറിയാം. ഭാര്യയ്ക്കും മകൾക്കും ഒളിസങ്കേതം പറഞ്ഞു കൊടുത്തിട്ട് എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് കരുതി പോയി കിടന്ന് ഉറങ്ങുന്ന ആളല്ല നരേന്ദ്രൻ തമ്പി. നരേന്ദ്രൻ തമ്പി എന്തിനാ ഇവിടെ വന്നത്? ഭാര്യയും മകളെയും കാണാൻ. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ ആവാം. അതിന്റെ ആവശ്യമൊന്നുമില്ല സർ, ഞാൻ റെഡിയാണ്. കൂട്ടിക്കൊണ്ടുവാ. വാടി. പോയിട്ട് വരാം. ഹലോ മുരളീകൃഷ്ണൻ. ഹലോ സദാനന്ദ ഷെട്ടി. എന്തൊക്കെയുണ്ട് മുരളീകൃഷ്ണൻ അവിടെ ന്യൂസ്? നരേന്ദ്രൻ തമ്പി ജയിലിൽ ചാടിയത് അറിഞ്ഞല്ലോ അല്ലേ? അവൻ ജയിലിൽ ചാടിയാൽ എന്ത്, ചാടിയില്ലെങ്കിൽ എന്ത്? അതിത്ര നിസ്സാരമായിട്ട് കാണല്ലേ ഷെട്ടി. ഇതുവരെ അവനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവനെ പോലീസ് പിടിക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്കെന്താ? സദാനന്ദ ഷെട്ടി, അവൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ആരും അറിയാതെ കുറെ കളികളൊക്കെ കളിച്ചു. എന്ത് കളി? അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കളി വേറെ പഠിപ്പിച്ചു കൊടുക്കാം. അതല്ല ഷെട്ടി, തമ്മിൽ തല്ലിച്ച് രസിക്കുകയാണവൻ. ഇന്ന് അവൻ ഞങ്ങളെ കുറെ പേരെ തമ്മിലടിപ്പിച്ചു. മനസ്സിലായോ? വേഷം മാറിയാവൻ നടക്കുന്നേ. കൂടെ വേറൊരുത്തനുണ്ട്, ഏതാണ്ട് അവനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. ഒന്ന് സൂക്ഷിച്ചോളണേ. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇത് പത്തനംതിട്ടയല്ല, കാസർഗോഡാ. കാസർഗോഡിന്റെ കോഡ് വേറെയാ മുരളീകൃഷ്ണ. അത് കാസർഗോഡുകാരനെ അറിയൂ. ശരി, വെക്കട്ടെ. ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ശരി മുരളീകൃഷ്ണ. സർ, ആ പത്രക്കാരൻ വന്നിട്ടുണ്ട്, കിഷോർ. ആ, അവിടെ എങ്ങനെ നിൽക്കട്ടെ. കുറെ നേരമായി സർ. അയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. ഇനി ഞാൻ അവനെ പിടിച്ച് തല്ലണോ? അത് വേണ്ടി വരും സർ. അയാളുടെ മുംബൈ കണക്ഷനിൽപ്പെട്ട ആരെങ്കിലും ചെങ്ങന്നൂർ, പത്തനംതിട്ട, തിരുവല്ല ഭാഗത്തുണ്ടോ? അറിയില്ല സർ. അവിടെ നിൽക്കേ, അങ്ങോട്ട് മാറിക്ക്. നിങ്ങൾ ഇതെങ്ങോട്ടാ പോന്നേ? എനിക്ക് കാണണം, അങ്ങോട്ട് മാറിക്ക്. സർ,
ഞാൻ 2 മണിക്കൂറെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഒരു സാമാന്യ മര്യാദയല്ലേ? ഇയാൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ? സർ, എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളാണ്. എനിക്കറിയണ്ടേ എന്തിന് കസ്റ്റഡിയിൽ എടുത്തു, എങ്ങോട്ട് കൊണ്ടുപോയി, എവിടെയുണ്ട്, എന്താണ് അവർ ചെയ്ത കുറ്റം എന്നൊക്കെ. ഞാൻ ഈ രാജ്യത്തെ എല്ലാ നികുതികളും കൃത്യമായി അടച്ച് ജീവിക്കുന്ന ഒരു സാധാരണ പൗരന് പോലീസ് എന്ന് വെച്ച ജനസേവകരാ, അല്ലാതെ ജനമർദ്ദകരല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അമലെ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇല്ല, അവളെ എനിക്കൊന്ന് കാണണം. പറ്റില്ല. എനിക്ക് വിവരം അറിയണം. അവളെ മർദ്ദിച്ചിട്ടുണ്ടോ, അവൾക്ക് ഭക്ഷണം കൊടുത്തോന്നൊക്കെ. അവളെ ശരിക്കും മർദ്ദിച്ചിട്ടുണ്ട്. അവൾക്ക് ഭക്ഷണവും കൊടുത്തിട്ടില്ല. താൻ പോയി പത്രത്തിൽ എഴുതി വെക്കുക. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ ഇൻഫോം ചെയ്യാതെ എന്റെ ഡിഫൻസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? അമലെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും. നീ എന്നെ എന്താ പുളുത്താനടാ പത്രക്കാരൻ? ഞാനേ കണ്ണൂരിൽ നിന്ന് വന്നവനാ. നിന്നേക്കാൾ വലിയ പത്രക്കാരൻ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അമലെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ ചെന്ന് ഉണ്ടാക്ക് പോ. ഇയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക്. ഹേയ്, തൊട്ടുപോകരുത് തന്നെ. പത്രക്കാരന്റെ ജാട. ആരത്? ഗോപാൽ, ഷൺമുഖം, അവരെവിടെയാണെന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ ആരാ? അതേ സ്ഥലം, അതേ അവസ്ഥ, ഒരു ചെറിയ വ്യത്യാസം മാത്രം. അന്ന് ഞാൻ, ഇന്നും നീ. നീ എന്നെ എന്തിനാ നരേന്ദ്ര കൊണ്ടുവന്നത്? ഇന്ന് നിന്റെ കേസിന്റെ വിചാരണയാ. മുൻകൂട്ടി പറയാനോ വക്കീൽ നോട്ടീസ് അയക്കാനോ സാധിച്ചില്ല. സോറി. ഏത് കേസിന്റെ വിചാരണയാ? നിന്റെ എല്ലാ കേസിന്റെയും വിചാരണ ഒന്നിച്ചാ നടത്തുന്നേ. ഈ മുറിയാ കോടതി, ഞാനാ ജഡ്ജി, ഞാൻ തന്നെ വക്കീലും ശിപായിയും ക്ലർക്കും എല്ലാം. വേറൊരു കാര്യം കൂടി പറയുമ്പോ നീ ഞെട്ടരുത് സദാനന്ദ ഷെട്ടി. ഞാൻ തന്നെയാ ആരാച്ചാരും. കണ്ടില്ലേ കൊലക്കയറ്? ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. നീ നിർബന്ധമായും ഉത്തരം പറയും. അതൊക്കെ സത്യമാണെന്ന് ബോധ്യം വന്നാൽ ഞാൻ ശിക്ഷയിൽ ചെറിയ ഇളവുകൾ വരുത്തും. കള്ളമാണ് പറയുന്നതെങ്കിൽ നിനക്ക് മരണശിക്ഷ വിധിക്കും. ഈ ബെഞ്ചിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി കഴുത്തിലേക്ക് കുരുക്കിടും. ബെഞ്ച് തള്ളി മറിക്കും. ബാക്കിയെല്ലാം നിനക്ക് ഊഹിക്കാലോ. സദാനന്ദ ഷെട്ടി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയും ഒരു ഫോട്ടോയും വരും പത്രത്തില്. തീർന്നു നിന്റെ ചരിത്രം. കാലന്ത ആ വാതിലിന് പുറത്ത് കാത്തുനിൽപ്പുണ്ട്, പോത്തിന്റെ പുറത്ത്. നിന്റെ ആയുസ് എടുത്തുകൊണ്ട് പോവാൻ. ഞങ്ങൾക്ക് തിരിച്ചു പോവാനുള്ള കാരണത അവിടെ കിടപ്പുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വെറും അരമണിക്കൂറിനകം എല്ലാ പരിപാടിയും കഴിയും. ഇയാളെ കെട്ടഴിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്ത.
3 ചോദ്യങ്ങളെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. വെരി സിമ്പിൾ. എന്നാ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ചോദ്യം നമ്പർ 1. കണ്ണൂരിൽ നിന്ന് എന്നെ കൊല്ലാൻ വന്ന യതീന്ദ്രൻ എന്ന വാടക കൊലയാളിയെ കൊലപ്പെടുത്തി എന്റെ വേഷമണിയിച്ച് കബനി നദിയിൽ കെട്ടിത്താഴ്ത്തിയതാരാ? ചോദ്യം മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ചോദിക്കാം. യതിയെ കൊന്നതാരാ? എനിക്കറിയില്ല. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. പത്തനംതിട്ടയിൽ നിന്നും മുരളീകൃഷ്ണനും ജയശീലും ഹരീഷും എല്ലാരും ചേർന്ന് പിടിച്ചുകെട്ടി രായ്ക്ക് രാമാനം നിന്നെ ഏൽപ്പിച്ച നാഗരാജന് എന്തു സംഭവിച്ചു? എനിക്കറിയില്ല. അവസാനത്തെ ചോദ്യം. കൽപ്പനയെ ആരാണ് കൊലപ്പെടുത്തി പാറക്കുടത്തിൽ താഴ്ത്തിയത്? അതും എനിക്കറിയില്ല. പാവം സദാനന്ദ ഷെട്ടി, ഒന്നും അറിയില്ല. കഷ്ടം. കയറാൻ കഴിച്ചുവിട്. ഇതെന്താ ഇത്? ഞാൻ സത്യം പറഞ്ഞില്ലേ? പിന്നെന്താ? വിചാരണ കഴിഞ്ഞു സദാനന്ദ ഷെട്ടി. ഇനി ശിക്ഷ നടപ്പാക്കാൻ പോവാ. മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ. വേണ്ട. കാലിലെ കെട്ടഴിച്ച് ഇയാളെ പൊക്കി നിർത്ത്. വേണ്ട. 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 എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്നെ താഴെ ഇറക്കാനാ പറഞ്ഞത്. കെട്ടഴിക്കാൻ. കയറിന്റെ മറ്റേറ്റം വലിച്ചു കെട്ടിക്കോ. വിടാൻ. അരുത്. വിടാനാ പറഞ്ഞത്. അരുത്. മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇതെന്താ നാട്ടുപഞ്ചായത്തോ? ആ ബെഞ്ച് ചവിട്ടി മറിച്ചേക്ക്. വേണ്ട. എന്നെ കൊല്ലരുത്. ഇയാൾ അങ്ങനെയൊക്കെ പറയും. നമുക്ക് ചെന്നിട്ട് വേറെ പണിയുള്ളതാ. ഒന്നും നോക്കണ്ട, ചവിട്ടി മറിച്ചേക്ക്. അരുത്. എന്നെ കൊല്ലരുത്. എന്നെ. ഞാൻ സത്യം പറയാം. ചുമ്മാതാ. ഇയാള് സത്യമൊന്നും പറയാൻ പോണില്ല. നരേന്ദ്ര, ഞാൻ എല്ലാ സത്യവും പറയാം. എന്നെ കൊല്ലരുത്. അതിനെത്ര അവസരം ഞാൻ തന്നതാ. ഞങ്ങൾക്ക് വെളിച്ചം നിൽക്കാൻ സമയമില്ല. അല്ലെങ്കിൽ തന്നെ മരണശിക്ഷ വിധിച്ചാ പിന്നെ ഏത് കോടതിയാണോ ആ വിധിയപ്പം തന്നെ മാറ്റുന്നത്? നരേന്ദ്ര, ഞാൻ പറയാം. എല്ലാം ഞാൻ പറയാം. ഒരു ചാൻസ് കൂടി കൊടുക്കണോ? കൊടുക്കാന്ന് പറയണോ? ഓ വേണ്ട. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ചവിട്ടി മറിച്ചേക്ക്. അരുത് നരേന്ദ്ര. യതിയെ കൊന്നത് ഗോപാൽ ഷെട്ടിയും ഷൺമുഖവും കൂടിയാ. ഞാൻ പറഞ്ഞിട്ടാ കൊന്നത്. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. നാഗരാജിന്റെ ഈ കൽപ്പനയുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം. ദേ പിന്നെയും പോലീസ് വന്നിരിക്കുന്നു. അവളെ ഇങ്ങ് ഇറങ്ങിക്കൊണ്ടുവാ. വാടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. നടക്കടി അങ്ങോട്ട്. ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കണമെന്നല്ലേ ഇയാൾ പറഞ്ഞത്? 24 തികഞ്ഞിട്ടില്ല. ഇനിയുണ്ട് 1 മണിക്കൂർ കൂടി. ഇവന്റെ മുമ്പിലേക്ക് തള്ളി കൊടുത്തേക്ക്. ചെല്ലടി അങ്ങോട്ട്.
ഇവക്ക് ഞാൻ നല്ല ചുട്ട അടി കൊടുത്തിട്ടുണ്ട്. നീ പോയി പത്രത്തിൽ എഴുതടാ, പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന്. മർദ്ദിച്ചെങ്കിൽ എഴുതുക തന്നെ ചെയ്യും. എനിക്കുണ്ട് തെളിവ്. ജയില് ചാടി വന്ന നരേന്ദ്രൻ തമ്പിക്ക് വാതിൽ തുറന്നു കൊടുത്തത് കണ്ടവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിന്റെ ഭാര്യ തന്നെ ദൃക്സാക്ഷി. ഞാൻ കണ്ടത് തന്നെയാ. അമ്മു ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നതും നരേന്ദ്രൻ തമ്പി അകത്തേക്ക് കയറുന്നതും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ഞാൻ കണ്ടതാണ്. കോടതിയോ പോലീസോ ആര് ചോദിച്ചാലും ഞാനത് വിളിച്ചു പറയുകയും ചെയ്യും. കൊടും കുറ്റവാളിയെ സംരക്ഷിക്കാൻ കൂട്ടുനിന്നവൾക്ക് കുടപിടിക്കുന്ന നിന്നെ ഇടിച്ചു സൂപ്പാക്കാൻ എനിക്കൊരു പത്രാധിപരുടെ അനുവാദം വേണ്ട. കൂടി വന്ന ഒരു സസ്പെൻഷൻ. അതുകൊണ്ട് നീ പത്രത്തിന്റെ ഉമ്മാക്കി കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട. ഹേയ്, താൻ ആദ്യം പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചിട്ട് വാ. ഇത് തന്റെ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനൊന്നുമല്ല, ഞാൻ നികുതി കൊടുത്ത് താമസിക്കുന്ന എന്റെ വീടാ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇടിച്ച് സൂപ്പാക്കാൻ കൊണ്ട് വാടോ. ആണത്തമുള്ള ഒരു കൈ ചുരുട്ടിയ താടിയിൽ പൊട്ടുന്ന ഇടി തിരിച്ചും കിട്ടും. ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രൻ തമ്പിയെ നിന്റെ വീട്ടിൽ കയറ്റിയെന്ന് ഞാൻ അറിഞ്ഞാൽ കണ്ണൂരെ പോലീസ് ഇരിക്കോ നീ ഇടിക്കോന്ന് ഞാൻ കാണിച്ചരാടാ റാസ്കൽ. 2 കൊലപാതകം നടത്തിയ തടവുപള്ളി ജയില് ചാടിയപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചുമതലയും തന്ന് ഈ കാക്കി യൂണിഫോം ഇടിവെച്ച് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചത് നിന്നെപ്പോലത്തെ കൂറ പത്രക്കാരനെ തലോടി സുഖിപ്പിക്കാൻ വേണ്ടിയല്ല. നരേന്ദ്രൻ തമ്പി എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ച് ജയിലിലടയ്ക്കാൻ വേണ്ടിയാ. നരേന്ദ്രൻ തമ്പി നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോ താൻ അടിച്ച് അടിക്കും ചീഞ്ഞ പുലഭ്യം പറച്ചിലിനും ഇവിടെ വന്ന് കണക്ക് തീർക്കും താൻ ഇല്ലല്ലോ. വണ്ടിയിലോട്ട് വന്ന് കയറ്, പോവാം. ചേച്ചി, എല്ലാം ശരിയായി മൂപ്പ. ഇപ്പോ എനിക്കൊരു കുഴപ്പമില്ല. എഹ്റാം, ഇദ്ദേഹ ആദ്യം എന്നെ ചികിത്സിച്ച് കൈയും കാലോ കൊടിഞ്ഞ് ബോധമില്ലാതെ 5-6 ദിവസം കിടന്നു. കണ്ണു തുറക്കുമ്പോ മൂപ്പന കൺമുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. അണഞ്ഞുകൊണ്ടിരുന്ന എന്റെ ജീവൻ ഊതി ഊതി കത്തിച്ച ആളാ. മൂപ്പന്റെ വെച്ചുകെട്ടും കാട്ടുമരുന്നും 2 മാസത്തോളം എടുത്തു അല്ലേ മൂപ്പ? ഇവരൊക്കെയാ എനിക്ക് ഭക്ഷണം തന്നതും പരിചരിച്ചതും. ഇവരുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല. കർണാടകക്കാർ ആദിവാസികളല്ലേ, അതാ. ആ, ഇവിടെന്നാ സദാനന്ദ ഷെട്ടി എന്നെ കാസർഗോഡേക്ക് കൊണ്ടുപോയേ. ഇപ്പൊ മനസ്സിലായി.
ഇതൊന്നും ഇപ്പോ വെറും കീറത്തുണികളല്ല, വിലപിടിച്ച തെളിവുകളാ. ഒന്നും കളയാതെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി എടുക്കണം. ഇതാണോ യതിയുടെ എന്നിവർ പറഞ്ഞ ഡ്രസ്സൊക്കെ? സദാനന്ദ ഷെട്ടി യതിയെയും പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. യതി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ സദാനന്ദ ഷെട്ടിയുടെ ആളുകൾ വകവരുത്തി. എന്നിട്ട് എന്റെ ഡ്രസ്സ് എടുത്ത് യതിയുടെ ശവത്തിലിട്ട് കബനി നദിയിൽ കൊണ്ടുപോയി കെട്ടിത്താത്തി. യതിയുടെ ഡ്രസ്സ് ഇവിടെ എവിടെ വിട്ട് കത്തിച്ചു. അതിന്റെ ബാക്കി ഇതൊക്കെ. യതിയുടെ ചെരുപ്പ എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ കോടതി ഹാജരാകണ്ടേ? വേണം. ഫോറൻസിക് പരിശോധനയ്ക്കും DNA ടെസ്റ്റിനൊക്കെ ഇത് വേണ്ടിവരും. യതിയുടേതാണെന്ന് തെളിയിക്കാൻ. സാരില്ല, ഇത്രയെങ്കിലും കിട്ടിയല്ലോ.